ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചൈൽഡ്ഹുഡ് ഡിസീസസ് ആയിട്ടുള്ള 5 ഡിസീസസ് ആണ്. ഇനി ബാക്കി വരുന്ന ഡിസീസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നത് മംസ് ആണ്. മംസ് എന്ന് പറഞ്ഞാൽ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് മംസ്. മംസ് ഈസ് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ എ വൈറസ്. ഇറ്റ് ഈസ് സംടൈം കോൾഡ് ഇൻഫെക്ഷ്യസ് പാരാറ്റോട്ടിസ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ആൻഡ് പ്രൈമർലി എഫക്ട് ദ സലൈവറി ഗ്ലാൻഡ്സ്. നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. മംസ് ഈസ് മോസ്റ്റ്ലി എ മൈൽഡ് ചൈൽഡ്ഹുഡ് ഡിസീസസ്. മംസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു കുട്ടിക്കാലത്ത് വരുന്ന ഒരു അസുഖമാണ്. ഇറ്റ് ആൾസോ എഫക്ട് ചിൽഡ്രൻ ബിറ്റ്വീൻ 5 to 9 years ഓൾഡ്. അതായത് 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലും ഈ ഒരു അസുഖം കാണപ്പെടുന്നുണ്ട്. ബട്ട് മംസ് വൈറസ് ക്യാൻ കോസ് സീരിയസ് കോംപ്ലിക്കേഷൻ ഇൻ അഡൽട്ട്സ്. എന്നാൽ മുതിർന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്. മോഡ് ഓഫ് സ്പ്രെഡ്, ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് സ്പ്രെഡ് ബൈ എയർബോൺ ഡ്രോപ്ലെറ്റ് റിലീസ്ഡ് വെൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ സ്നീസ് ഓർ കഫ് ബൈ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. അതായത് ഇത് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സണുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് സ്നീസ് ചെയ്യുമ്പോഴോ കഫ് ചെയ്യുമ്പോഴോ ഒക്കെ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ്സ് മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ അസുഖത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയുന്നത് ദി ഇൻക്യുബേഷൻ പീരീഡ് 4 to 21 days. അതായത് ഈ ഒരു വൈറസ് നമ്മുടെ ബോഡി എൻ്റർ ചെയ്തിട്ട് നമുക്ക് സിംറ്റം ഒരു 4 അല്ലെങ്കിൽ 21 ദിവസത്തിന് ഇടയ്ക്കാണ് സിംറ്റംസ് വരുന്നത്. Swelling is parotid glands just below and in front of the ears in the most important symptom. അതായത് നമ്മുടെ പാരോറ്റോയിഡ് ഗ്ലാൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്യാണ്, വീക്കം വരികയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിംറ്റം. ദ സ്വെല്ലിംഗ് മേ ഒക്കോ വൺ ഓഫ് ബോത്ത് സൈഡ് ഓഫ് ദ നെക്ക്. നമ്മുടെ നെക്കിൻ്റെ 2 സൈഡിലോ അല്ലെങ്കിൽ ഒരു സൈഡിലോ ആയിട്ടാണ് ഈ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുന്നത്. അതർ സിംറ്റം ഇൻക്ലൂഡ് പെയിൻ വെൻ chewing or swallowing, fever, weakness, tenderness and swelling in testicle. അതായത് ടെസ്റ്റിക്കിൾസ് സ്വെല്ല് ചെയ്യുക, അതുപോലെ തന്നെ വേദന, പനി, വീക്ക്നെസ്, ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ വേദന, അതൊക്കെയാണ് ഇതിലുള്ള മെയിൻ സിംറ്റംസ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ഫ്രം മംസ് ആർ റയർ ആയിട്ടാണ് കോംപ്ലിക്കേഷൻസ് കാണപ്പെടുന്നത്. ബട്ട് ദേ ക്യാൻ ബി സീരിയസ്. അഥവാ കോംപ്ലിക്കേറ്റ് ആയാൽ വളരെയധികം സീരിയസ് ആണ്. In men and teenage boys, an inflammatory condition called otitis may cause swelling in one or both testicle. അതായത് ആണുങ്ങളിൽ, അതായത് പുരുഷന്മാരിലോ അല്ലെങ്കിൽ ടീനേജ് ആയിട്ടുള്ള ബോയ്സിലോ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ നമ്മൾ അവരുടെ ടെസ്റ്റിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വെല്ല് ചെയ്യും. അങ്ങനെ അതിന് നമ്മൾ ഓർട്ടിറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിട്ടാണ് പറയുന്നത്. അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓർട്ടിറ്റിസ് ഇൻ സം ടൈം പെയിൻഫുൾ ആൻഡ് മേ കോസ് സ്റ്റെറിലിറ്റി. അതായത് ഇത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. എൻസെഫലൈറ്റിസ്, മെനിഞ്ചിറ്റിസ് ആൻഡ് ഹിയറിംഗ് ലോസ് ആർ അതർ റയർ കോംപ്ലിക്കേഷൻ. ഇതിൽ വരുന്ന മറ്റു റയർ കോംപ്ലിക്കേഷനാണ് ഹിയറിംഗ് ലോസ്, മെനിഞ്ചിറ്റിസ് ഒക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ദർ ഈസ് നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഫോർ മംസിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മൾ മംസ് വാക്സിൻ ഷുഡ് ബി ഗിവൺ ഇൻ കോംപ്ലിക്കേഷൻ വിത്ത് മീസിൽസ് ആൻഡ് റുബെല്ല വാക്സിൻ. അതായത് MMR വാക്സിൻ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക, അതേ ഉള്ളൂ ഇതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഡിസീസാണ് പോളിയോമെലിറ്റിസ് അല്ലെങ്കിൽ പോളിയോ. ഇത് മെയിൻലി കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ഡിസീസാണ് പോളിയോ എന്ന് പറയുന്നത്. ഹാവ് യു ഹേർഡ് അബൌട്ട് ദ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാരണം നമ്മുടെ ബസ് സ്റ്റാൻഡ് അതുപോലുള്ള പൊതുസ്ഥലങ്ങളിലൊക്കെ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണിത്. ഈ പോളിയോമെലിറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം മെയിൻലി വൈറസ് മൂലമാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് 6 to 20 daysനുള്ളിൽ ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ അസുഖം കാണിക്കാൻ തുടങ്ങും, സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. ദ ഓൺലി വേ ടു സ്പ്രെഡ് പോളിയോ വൈറസ് ഈസ് ത്രൂ ഫേഷ്യൽ ആൻഡ് ഓറൽ റൂട്ട്. ഇത് മെയിൻലി ഫേഷ്യൽ ആൻഡ് ഓറൽ റൂട്ടിലൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദ വൈറസ് എൻറ്റേഴ്സ് ദ ബോഡി ത്രൂ മൗത്തിലൂടെ ഈ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. വെൻ ദ പീപ്പിൾ ഈറ്റ് ഓർ ഡ്രിങ്ക് വാട്ടർ ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് ഫേഷ്യസ്. അതായത് ഫേഷ്യസുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ വൈറസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദ വൈറസ് ദെൻ മൾട്ടിപ്ലൈ ഇൻ ഇൻറ്റസ്റ്റൈൻ, എൻ്റർ ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഇൻവേർട്ട് സർട്ടൺ ടൈപ്പ് ഓഫ് നെർവ് സെൽ വിച്ച് ഇറ്റ് ക്യാൻ ഡാമേജ് ഓർ ഡിസ്ട്രോയ്. അതായത് ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, അതായത് കുടലുകളുണ്ടല്ലോ, അവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിയിട്ട് നമ്മുടെ നെർവ് സെൽസ് അങ്ങനെയുള്ള സെൽസുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു.
Nearly all children living in household where someone infected become infected themselves. It is important to know that great majority of people who are infected do not have symptoms but can still spread the diseases. അതായത് ഈ ഹൗസ് ഹോൾഡ് ഏരിയാസിലൊക്കെ താമസിക്കുന്ന കുട്ടികളിലാണ് അധികം ഈ ഒരു ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. പിന്നെ മെജോറിറ്റി പീപ്പിൾസിന് ഇത് ഇൻഫെക്റ്റ് ചെയ്താലും സിംറ്റംസ് ഒന്നും കാണിക്കില്ല, പക്ഷേ എല്ലാവർക്കും അത് സ്പ്രെഡ് ചെയ്യും. വൈറസ് കയറിയാൽ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും, ബട്ട് നമുക്ക് സിംറ്റംസ് ഒന്നും കാണിക്കില്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് പറയുന്നത് മോസ്റ്റ് ചിൽഡ്രൻ ഇൻഫെക്റ്റഡ് ബൈ പോളിയോ വൈറസ് നെവർ ഫീൽ ഇൽ, അതായത് ഒരു ഇൽനെസ്സും ഫീൽ ചെയ്യൂല, ഒരു അസുഖം നമ്മളെ കാണിക്കൂല. ലെസ് ദാൻ 5% ദോസ് ഇൻഫെക്റ്റഡ് മേ ജനറൽ ഫ്യൂ ലൈക്ക് സിംറ്റംസ് ലൈക്ക് ഫീവർ, ലൂസ് സ്റ്റൂൾ, സോർ ത്രോട്ട്, അപ്സ്റ്റിക് സ്റ്റൊമക്, ഹെഡ് ഏക്ക് ആൻഡ് സ്റ്റൊമക് ഏക്ക്. അതായത് 5% ആളുകളിൽ കാണപ്പെടുന്നത് ഇങ്ങനെ ഫ്യൂ ലൈക്ക് സിംറ്റംസ് ആണ്. പനി, അതുപോലെ ലൂസ് സ്റ്റൂൾസ്, തൊണ്ട വരൾച്ച, വയറുവേദന, തലവേദന, ഇതൊക്കെയാണ് മെയിനായിട്ട് കാണപ്പെടുന്ന സിംറ്റംസ്. മോസ്റ്റ് ചിൽഡ്രൻ ഹു ഹാവ് പോളിയോ വൈറസ് ഇൻഫെക്ഷൻ വിത്തൗട്ട് സിംറ്റം ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹാവ് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് പാരാറ്റോളിക് പോളിയോ. അതായത് പാരാലിറ്റിക് പോളിയോക്കെതിരായിട്ട് ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി എന്നുണ്ടാകും, ചില കുട്ടികൾക്ക് ഉണ്ടാകും. അവർക്ക് സിംറ്റംസ് ഒന്നും കാണിക്കൂല. പാരാലിറ്റിക് പോളിയോ ബിഗിൻസ് വിത്ത് മൈൽഡ് സിംറ്റംസ് ആൻഡ് ഫീവർ. ഈ പാരാലിറ്റിക് പോളിയോ ഉണ്ടാകുന്നത് ഒരു ചെറിയ പനി അല്ലെങ്കിൽ അങ്ങനെ ചെറിയ എന്തെങ്കിലും സിംറ്റംസ് കൊണ്ടാണ് തുടങ്ങുന്നത്. ദ സിംറ്റംസ് ആർ ഫോളോഡ് ബൈ severe muscle pain and paralysis with usually developed during the first week of illness. ഈ ഇൽനെസ്സിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ മസിലിനൊക്കെ വേദന വരിക, അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ആണ് കാണിക്കുന്നത്. പേഷ്യൻ്റ് മേ ലോസ് ദ യൂസ് ഓഫ് വൺ ഓഫ് ബോത്ത് ആംസ് ഓർ ലെഗ്സ്. അത് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്ത് ചെയ്യുന്നു, 2 ആംസ് അല്ലെങ്കിൽ ലെഗ്സൊക്കെ യൂസ് ചെയ്യുന്നത് ലോസ് ആവും. സം പേഷ്യൻ്റ് മേ നോട്ട് ഏബിൾ ടു ബ്രീത്ത് ബിക്കോസ് റെസ്പിറേറ്ററി മസിൽസ് ആർ പാരാലൈസ്ഡ്. അതായത് റെസ്പിറേറ്ററി മസിൽസ് പാരാലൈസ് ചെയ്തുകൊണ്ട് ചില പേഷ്യൻസിന് എന്ത് ചെയ്യില്ല, ബ്രീത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെത്ത് മേ ഒക്കർ, റെസ്പിറേറ്ററി മസിൽസ് ജസ്റ്റ് ആർ അഫക്റ്റഡ്, നോ റെസ്പിറേറ്റർ ഈസ് അവൈലബിൾ സപ്പോർട്ട് ബ്രീത്തിങ്. അതായത് ഡെത്ത് ഒക്കൂർ ചെയ്യാൻ, ഈ പോളിയോ വന്നാൽ ഡെത്ത് ഒക്കൂർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം ബ്രീത്ത് ചെയ്യാൻ വേണ്ടി കഴിയൂല. വിത്തൗട്ട് ആഡിക്വേറ്റ് ഫിസിയോതെറാപ്പി ദ പാരാലിസിഡ് ലിംബ് വിൽ നോട്ട് റീഗെയിൻ ഫുൾ ഫങ്ഷൻ ഓഫ്റ്റൺ ലീവിങ് എ ചൈൽഡ് സീരിയസ്ലി ക്ലിപ്ഡ്. അതായത് നമ്മുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ഈ ലിംബിൻ്റെയൊക്കെ ഫങ്ഷൻസ് മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ ചൈൽഡ് എന്ത് ചെയ്യുന്നു, ഒരു സീരിയസ് കണ്ടീഷനിൽ എത്താൻ വരെ ചാൻസ് ഉണ്ട്. ഇനിയൊരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, വൈൽ ദ ഇനിഷ്യൽ സിംറ്റം മസിൽ പെയിൻ ആൻഡ് ഫീവർ ക്യാൻ ബി റിലീവ്ഡ്, നോ ട്രീറ്റ്മെൻറ്റ് എക്സിസ്റ്റ് ക്യൂർ പാരാലിസിസ് ഫ്രം പോളിയോ. അതായത് ചെറിയ ചെറിയ സിംറ്റംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ വേണ്ടി സാധിക്കും, ട്രീറ്റ് ചെയ്യുക. പക്ഷേ പാരാലിസിസിനൊന്നും നമ്മൾ ക്യൂറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. എ റെസ്പിറേറ്റർ ക്യാൻ ഹെൽപ്പ് പേഷ്യൻ്റ് ഹു ഹാവ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. റെഗുലർ ഫിസിക്കൽ തെറാപ്പി ആസ് വെൽ ആസ് ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ആർ യൂസ് ടു ബ്രേസസ് ഹെൽപ്പ് ടു റെഡ്യൂസ് ലോങ് ടേം ക്രിപ്ലിംഗ് എഫക്റ്റഡ് ഓഫ് പോളിയോ. അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ ഫിസിക്കൽ തെറാപ്പി, അതുപോലെ തന്നെ ഓപ്പറേഷൻസൊക്കെ മൂലം നമുക്ക് വലിയ ക്രിപ്ലിംഗ് എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടും, തടയാൻ വേണ്ടി സാധിക്കും. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പോളിയോ ക്യാൻ പ്രിവെൻറ്റ് ഇമ്മ്യൂണൈസേഷൻ വിത്ത് ഓറൽ പോളിയോ വൈറസ്, OPV വൈറസ് കൊണ്ട് നമുക്കിത് ഇനി അടുത്തൊരു ഡിസീസസ് ആണ് ട്യൂബർക്ലോസിസ്, TB എന്ന് പറയുന്നു. ട്യൂബർക്ലോസിസ് മെയിനായിട്ട് ബാക്ടീരിയ മൂലം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. നോട്ടീസ്ഡ് യുവർ ലെഫ്റ്റ് ഓൺ ജസ്റ്റ് ബിലോ ഷോൾഡർ. വാട്ട് ഈസ് ദാറ്റ്? ട്യൂബർക്ലോസിസ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയം മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് വിച്ച് യൂഷ്വലി എഫക്ട് ദ ലങ്സ് ബട്ട് ആൾസോ എഫക്ട് അതർ പാർട്ട് ഓഫ് ദ ബോഡി ഇൻക്ലൂഡിംഗ് ദ ബോൺസ്, ജോൺസ്, ബ്രെയിൻ എക്സെട്ര. അതായത് മെയിൻലി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ മൂലമുണ്ടാക്കുന്ന അസുഖമാണ് ട്യൂബർക്ലോസിസ്. ഇത് മെയിനായിട്ട് നമ്മുടെ ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുക, അതുപോലെ മറ്റു ബോഡി പാർട്ടിനെയും എഫക്റ്റ് ചെയ്യുന്നു. നമ്മുടെ ബോണ്, ജോയിൻറ്റ്സ്, ബ്രെയിൻ, ഇതിനൊക്കെ ഈ ഒരു TB എന്ന് പറയുന്ന അസുഖം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നോട്ട് എവരി വൺ ഹൂ ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് ട്യൂബർക്ലോസിസ് ഡെവലപ്പ് ദ ഡിസീസസ്. പീപ്പിൾ
ഹൂ ആർ ഇൻഫെക്റ്റഡ് മേ നോട്ട് ഫീൽ ഇൽ മേ ഹാവ് നോ സിംറ്റംസ്. ചില ആളുകളിൽ ഈ ട്യൂബർക്ലോസിസ് ബാധിച്ചാൽ ഒരു സിംറ്റംസും കാണിക്കില്ല. ദ ഇൻഫെക്ഷൻ ക്യാൻ ലാസ്റ്റ് ഫോർ ലൈഫ് ടൈം. ഈ ഒരു ഇൻഫെക്ഷൻ ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്. ബട്ട് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ മേ നെവർ ഡെവലപ്പ് ദ ഡിസീസ് ഇറ്റ് സെൽഫ്. ഇൻഫെക്റ്റ് ചെയ്ത പേഴ്സണ് ഈ ഒരു അസുഖം കാണിക്കുകയേ ചെയ്യൂല. ബട്ട് ഇത് ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒരു അസുഖമാണ്. പീപ്പിൾ ഹു ആർ ഇൻഫെക്റ്റഡ് ബട്ട് ഡു നോട്ട് ഹാവ് ഡെവലപ്പ് ഡിസീസസ് ഡു നോട്ട് സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ ടു അതേഴ്സ്. ഈ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചാലും മറ്റുള്ളവരിലേക്ക് അവർക്കിത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യൂല. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ടി ബി സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ത്രോ ഓഫ്റ്റൻ വെൻ ദ പേഴ്സൺ ഓഫ് ദ ഡിസീസസ് കഫ് ഓർ സ്നീസ്. കഫിങ്ങിലൂടെയും സ്നീസിങ്ങിലൂടെയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ടി ബി സ്പ്രെഡ് റാപ്പിഡലി എസ്പെഷ്യലി ഇൻ ദ ഏരിയാസ് വിച്ച് ഡെവലപ്പ് ലിവ് ക്രൗഡഡ് കണ്ടീഷൻ ഹാവ് പുവർ ആക്സസ് ടു ഹെൽത്ത് കെയർ ആൻഡ് മെൽ ന്യൂട്രീഷബിൾ. അതായത് ക്രൗഡഡ് ഏരിയാസ്, അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഒരു അസുഖം മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ദ വെറൈറ്റി ഓഫ് ടി ബി കോൾഡ് ബൊവൈൻ ട്യൂബർക്ലോസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ കൺസ്യൂമിങ് റോ മിൽക്ക് ഫ്രം ഇൻഫെക്റ്റഡ് കാറ്റിൽ. ടി ബി ഇൻഫെക്റ്റ് ചെയ്ത കാറ്റിൽ നിന്ന് നമ്മൾ റോ മിൽക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ ബൊവൈൻ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. പീപ്പിൾ of all ages can contract tuberculosis, but the risk of developing TB is highest in children younger than 3 years old. In older people, people with TB infection who have weak immune system are most likely develop the diseases. അതായത് അത് അഡൽറ്റിനെക്കാട്ടിലും കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാക്കുന്നത്. വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നുണ്ട്, വീക്ക് ആക്കുകയാണ് മെയിൻലി ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ദ ഇൻക്യുബേഷൻ പീരീഡ് ഈസ് യൂഷ്വലി 4 to 12 വീക്സ്. ഈ ഒരു ബാക്ടീരിയ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് 4 to 12 വീക്സിനുള്ളിൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ സിംറ്റംസ് ഓഫ് ടി ബി ഇൻക്ലൂഡ് ജനറൽ വീക്ക്നെസ്, വെയ്റ്റ് ലോസ്, ഫീവർ, നൈറ്റ് സ്വെറ്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള സിംറ്റംസ്. ടി ബി ഓഫ് ലങ്സ് കോൾഡ് പൾമണറി ട്യൂബർക്ലോസിസ്. ദി സിംറ്റം ഇൻക്ലൂഡ് പെർസിസ്റ്റ് കഫ്, കഫിംഗ് ഓഫ് ബ്ലഡ്, ചെസ്റ്റ് പെയിൻ. അതായത് പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, മെയിനായിട്ട് ലങ്സിനെ ബാധിക്കുന്നു. അതായത് കഫക്കെട്ട്, കഫം ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് വരിക, ചെസ്റ്റ് പെയിൻ ഒക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റം. ഇൻ യങ് ചിൽഡ്രൻ ഹൗവർ ദ ഓൺലി സൈൻ ഓഫ് പൾമണറി ടി ബി മേ സ്റ്റെൻഡഡ് ഗ്രോത്ത് ആൻഡ് ഫെയിൽച്ചർ ഓഫ് ഡ്രൈവ്. അവിടെ ഗ്രോത്ത് സ്റ്റണ്ടർ ചെയ്യുക, അതുപോലെ തന്നെ ഫേച്ചർ ഓഫ് ഡ്രൈവ്, ഇതൊക്കെയാണ് പൾമണറി ട്യൂബർക്ലോസിസ് കുട്ടികളിൽ ബാധിച്ചാൽ കാണപ്പെടുന്ന സിംറ്റംസ്. അതർ സൈൻസ് ആൻഡ് സിംറ്റം ഡെവലപ്പ് ദ പാർട്ട് ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് എഫക്റ്റഡ്. എക്സാമ്പിൾ ഇൻ ട്യൂബർക്ലോസിസ് ബോൺസ് ആൻഡ് ജോയിൻറ്റ് ദേ മേ ബി സ്വെല്ലിംഗ്, പെയിൻ, ക്രിപ്ലിംഗ് എഫക്റ്റ് ഓഫ് ഹിംസ്, നീ, സ്പൈൻ. അതായത് ഈ ട്യൂബർക്ലോസിസ് ഓരോ പാർട്ടിനെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇത് ബോൺസിനെ എഫക്റ്റ് ചെയ്താൽ ജോയിൻസിനൊക്കെ എഫക്റ്റ് ചെയ്യില്ല, അത് വേദന വരിക, അവിടെ സ്വെല്ലിങ് വരിക, ഇതൊക്കെയാണ് അങ്ങനെ വരുന്ന സിംറ്റംസ്. അതായത് നമ്മൾ പറഞ്ഞു ട്യൂബർക്ലോസിസ് നമ്മുടെ ബോഡിയിലെ പാർട്ടിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിനനുസരിച്ചാണ് എന്ത് വരുന്നത്, സിംറ്റംസ് കാണിക്കുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ടി ബി ക്യാൻ പെർസിസ്റ്റ് ഇൻ മെനി വേയ്സ് ആൻഡ് മേ ബി വെരി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ്. ഇത് വളരെയധികം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. അൺട്രീറ്റഡ് പൾമണറി ടി ബി റിസൾട്ട് ഡെബിലിറ്റി ആൻഡ് ഡെത്ത് വരെ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദിസ് മേ ബി മോർ റാപ്പിഡ് ഇൻ പേഴ്സൺ ഇൻഫെക്റ്റ് വിത്ത് HIV, എയ്ഡ്സ്, HIV ഉള്ള ആളുകളിലും ഈ ഒരു അസുഖം മെയിൻലി കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പോളിയോ. പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് പീപ്പിൾ വിത്ത് TB മസ്റ്റ് കംപ്ലീറ്റ് എ കോഴ്സ് ഓഫ് തെറാപ്പി. ഇതിനൊരു കോഴ്സ് ഓഫ് തെറാപ്പി ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. വിത്ത് യൂഷ്വലി ഇൻക്ലൂഡ് ടേക്കിംഗ് 2 or more ആൻറ്റി ട്യൂബർക്ലോസിസ് ഡ്രഗ്സ് ഫോർ അറ്റ്ലീസ്റ്റ് 6th month. അതായത് 6 മാസത്തിനുള്ളിൽ ഈ ഒരു ട്യൂബർക്ലോസിസിന് ആൻറ്റി ട്യൂബർക്ലോസിസ് ഡ്രഗ് ഉണ്ട്, അത് 2 അതിൽ കൂടുതലോ എടുക്കണം. അത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ, അതായത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്, അതും ചെയ്യണം. ഇഫ് പോപ്പുലർ ട്രീറ്റ്മെൻറ്റ് ഈസ് നോട്ട് ടേക്കൺ ക്യാൻ ലീഡ് ടു മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മേ ബി എക്സ്ട്രീംലി ഡേഞ്ചറസ് ഇഫ് ഇറ്റ് സ്പ്രെഡ് ടു അതർ പീപ്പിൾ. അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്.
ഇനി ടി ബി പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഇൻഫാൻസ് വിത്ത് ബാസിലസ് കാൽമറ്റെ ഗുരാനിൻ വാക്സിൻ BCG ക്യാൻ പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് ടി ബി മെനിഞ്ചിറ്റിസ് ആൻഡ് അതർ സെർവർ ഫോം ഓഫ് ടി ബി ഇൻ ചിൽഡ്രൻ ലെസ് ദാൻ 5 years ഓൾഡ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ടി ബി ഇമ്മ്യൂണൈസേഷൻ കൊടുക്കും. ആ BCG ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് BCG വാക്സിൻ. അത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. BCG വാക്സിൻ ഈസ് നോട്ട് റെക്കമെൻഡഡ് ആഫ്റ്റർ 12 months ഓഫ് ഏജ് ബിക്കോസ് ദ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് എ വേരിയബിൾ ആൻഡ് ലെസ് സെർട്ടൻ. അതായത് 12 months കഴിഞ്ഞിട്ട് ഇത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അതെന്ത് ചെയ്യുന്നില്ല, കുറച്ച് നല്ലൊരു പ്രൊട്ടക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യൂല ഈ ഒരു 12 months ശേഷം കൊടുത്താൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അടുത്ത ചൈൽഡ്ഹുഡ് ഡിസീസ്. ഹെപ്പറ്റൈറ്റിസ് ബി ഈസ് കോസ്ഡ് ബൈ വൈറസ് ദാറ്റ് എഫക്ട് ദ ലിവർ. മെയിനായിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി അതായത് മഞ്ഞപ്പിത്തം മെയിനായിട്ട് കോസ് ചെയ്യുന്നത് ലിവറിനെയാണ്, വൈറസ് മൂലമാണ് ഇത് കോസ് ചെയ്യുന്നത്. അഡൽട്ട് ഹൂ ഗെറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി യൂഷ്വലി റിക്കവർ. അഡൽറ്റിന് അതായത് മുതിർന്ന ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹൗവർ മോസ്റ്റ് ഇൻഫെക്റ്റഡ് എ ബർത്ത് ബിക്കം ക്രോണിക് കാരിയേഴ്സ്. അതായത് ബർത്ത് ടൈമിൽ ഈ ഒരു അസുഖം ഉണ്ടായാൽ അവരൊരു ക്രോണിക് കാരിയേഴ്സ് ആവും ലൈഫ് ലോങ്. ഓക്കെ. മോഡ് ഓഫ് സ്പ്രെഡ്, ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഈസ് ക്യാരിഡ് ദ ബ്ലഡ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്. ഈ ഹെപ്പറ്റൈറ്റിസ് ബി നമ്മുടെ ബ്ലഡിലാണ് മെയിൻ കാണപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മറ്റു ബോഡി ഫ്ലൂയിഡ്സിലുണ്ട്. ഇറ്റ് ഈസ് യൂഷ്വലി സ്പ്രെഡ് ബൈ കോൺടാക്ട് വിത്ത് ബ്ലഡ് ഇൻ ദ ഫോളോയിങ് വേസ്. അതായത് ഫോളോയിങ് വേസിൽ ബ്ലഡുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. Through an unsafe injection, needle stick, unsterile needles or syringe can contain hepatitis B virus from infected person. Infected person നിന്ന് അൺസ്റ്റെറൈൽ ആയിട്ടുള്ള സിറിഞ്ച് അങ്ങനെയുള്ള നീഡിൽസൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും, ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യും. ട്രാൻസ്മിഷൻ ഓഫ് വൈറസ് ബൈ മദർ ടു ബേബീസ് ഡ്യൂറിങ് ദ ബർത്ത് പ്രോസസ്സ്. ബർത്ത് പ്രോസസ്സിൽ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ചിൽഡ്രൻ ഡ്യൂറിങ് സോഷ്യൽ കോണ്ടാക്ട് ത്രോ കട്ട്, സ്ക്രാപ്പ്, ബൈറ്റ്. അതായത് കുട്ടികളുടെ ഇടയിൽ ഉള്ള ചില കോണ്ടാക്റ്റ് മൂലവും ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യും. ട്രാൻസ്മിഷൻ ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ത്രോ കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ്. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് മൂലം ഇത് സ്പ്രെഡ് ചെയ്യും. ആൾസോ ത്രോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴും ഇതെന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. ദ ഇൻക്യുബേഷൻ പീരീഡ് 6 weeks to 6 months. അതായത് 6 ആഴ്ച മുതൽ 6 മാസം വരെയാണ് ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുന്നത്. ഇൻഫെക്ഷൻ ഇൻ ചിൽഡ്രൻ ഈസ് അസിംപ്റ്റമാറ്റിക്. കുട്ടികളിൽ ഇത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല. ഹൗവർ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ചിൽഡ്രൻ മേ ബിക്കം ക്രോണിക് കാരിയേഴ്സ് കമ്പയർ ടു അഡൽട്സിനെ കമ്പയർ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഒരു ക്രോണിക് കാരിയേഴ്സ് ആയിരിക്കും. പീപ്പിൾ വിത്ത് സിംറ്റം മേ ഫീൽ വീക്ക്, മേ എക്സ്പീരിയൻസ് സ്റ്റൊമക് അപ്സെറ്റ് ആൻഡ് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ഒക്കെയാണ് കാണപ്പെടുന്നത്. അതായത് വീക്ക്നെസ് തോന്നും, അതുപോലെ തന്നെ വയറുവേദന, ഇതൊക്കെയാണ് സിംറ്റംസ്. ദേ മേ ആൾസോ ഹാവ് വെരി ഡാർക്ക് യൂറിൻ ആൻഡ് വെരി പെയിൽ സ്റ്റൂളുമായിരിക്കും, ഡാർക്ക് കളറിലെ യൂറിനായിരിക്കും. ജോണ്ടിസ്, യെല്ലോ സ്കിൻ ആൻഡ് യെല്ലോ കളർ ഇൻ വൈറ്റ് ഓഫ് ദ ഐസിൻ്റെ, അതായത് കണ്ണിൻ്റെ വൈറ്റ് ഉണ്ടല്ലോ അവിടെ യെല്ലോ കളർ കാണിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് കോമൺ ആയിട്ടുള്ള സിംറ്റം. ദ സിംറ്റം മേ ലാസ്റ്റ് സെവറൽ വീക്ക് ഓർ മന്ത്. ഈ ഒരു സിംറ്റംസ് ആഴ്ചയോളം അല്ലെങ്കിൽ മാസത്തോളം എടുക്കും. ലബോറട്ടറി ടെസ്റ്റ് ഈസ് റിക്വയർഡ് ഫോർ കൺഫർമേഷന് വേണ്ടിയിട്ട് ലബോറട്ടറി ടെസ്റ്റ് ആവശ്യമാണ്. പിന്നെ ഇതിനുള്ള മോസ്റ്റ് അക്യൂട്ട് ഇൻഫെക്ഷൻ ഇൻ അഡൽട്സ് ആർ ഫോളോഡ് ബൈ കംപ്ലീറ്റ് റിക്കവറി. അതായത് അഡൽട്സിലാണെങ്കിൽ ഒരു ഫോളോഡ് ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹൗ മെനി ചിൽഡ്രൻ ബിക്കം ക്രോണിക് കാരിയേഴ്സ്. എന്നാൽ കുട്ടികൾ എന്താണ്, ക്രോണിക് കാരിയേഴ്സ് ആയിരിക്കും. പീപ്പിൾ ഹൂ റിക്കവർ ഫ്രം അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ബിക്കമിങ് ഇൻഫെക്റ്റഡ് അഗെയിൻ ത്രൂ ഔട്ട് ദെയർ ലീവ്സ്. അതായത് ഈ ഒരു അസുഖത്തിൽ നിന്ന് ഒരു വട്ടം പ്രൊട്ടക്റ്റ് ചെയ്താൽ പിന്നെ ഈ അസുഖം വരാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ പറയുന്നത് the most serious complication include chronic hepatitis, cirrhosis, liver failure, liver cancer ഒക്കെ people chronic infection. മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷന് ലിവർ ഫെയിച്ചർ, ലിവർ ക്യാൻസർ ഒക്കെയാണ് ഇതിനുള്ള കോംപ്ലിക്കേഷൻസ്. ഈ ഒരു അസുഖത്തിൻ്റെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ദർ ഈസ് നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഫോർ അക്യൂട്ട് കണ്ടീഷൻ. സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ക്രോണിക് ഇൻഫെക്ഷൻ. ദ ഡിസീസസ് ക്യാൻ സംടൈം ബി സ്റ്റോപ്പ്ഡ് വിത്ത് മെഡിക്കേഷൻ.
അതായത് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, എന്നാലും മെഡിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. പ്രിവെൻഷൻ, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഓൾ ഇൻഫാൻറ്റ് റിസീവ് 3 ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. അതായത് കുട്ടിക്ക് 1 വയസ്സാകുമ്പോഴത്തേന് എന്ത് ചെയ്യണം, ഈ ഹെപ്പറ്റൈറ്റിസ് ബീൻ്റെ 3 ഡോസ് വാക്സിനും കുട്ടികൾക്ക് കൊടുക്കണം. നൗ എ കോമ്പിനേഷൻ ഓഫ് വാക്സിൻ പെൻഡാവാലൻ്റ് ഓഫ് ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂട്ടിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ടൈപ്പ് ഓഫ് ബി ഈസ് ഗിവൺ. അതായത് അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു പുതിയ കോമ്പിനേറ്റഡ് വാക്സിനാണ് പെൻഡാവാലൻ്റ് വാക്സിന്, അതും കുട്ടികൾക്ക് കൊടുക്കണം. ഈ പെൻഡാവാലൻ്റ് വാക്സിനിൽ 5 വാക്സിൻസാണ് അടങ്ങിയിട്ടുള്ളത്. 5 അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ പെൻഡാവാലൻ്റ് വാക്സിന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂട്ടിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്നീ 5 അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പെൻഡാവാലൻ്റ് വാക്സിന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള അസുഖമാണ് ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഈ ഒരു വൈറസ് അല്ല, ഇതൊരു ബാക്ടീരിയ മൂലമുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ഈസ് 1 of 6 റിലേറ്റഡ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ. ഒരു 6 റിലേറ്റഡ് ടൈപ്പ് ബാക്ടീരിയ മൂലം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി, ഹിപ്പ് എന്ന് പറയും, HIV. ഓക്കെ, ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ദ ഹിപ്പ് ബാക്ടീരിയം ഈസ് കോമൺലി പ്രസൻറ്റ് ദ നോസ് ആൻഡ് ത്രോട്ട്. ഇത് മെയിൻലി നമ്മുടെ നോസിലും ത്രോട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ ട്രാൻസ്മിറ്റഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഡ്രോപ്ലെറ്റ് ത്രോ സ്നീസിങ്, കഫിങ്. ഇൻഫെക്റ്റഡ് ചിൽഡ്രൻ മേ ക്യാരി ഹിപ്പ് ബാക്ടീരിയ വിത്തൗട്ട് ഷോവിങ് എനി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ദ ഇലിനെസ്, ബട്ട് ദേ ക്യാൻ സ്റ്റിൽ ഇൻഫെക്റ്റ് അതേഴ്സ്. അതായത് ഇത് മെയിനായിട്ട് സ്നീസിങ്ങിലൂടെയും കഫിങ്ങിലൂടെയാണ് മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളിലാകുമ്പോൾ പ്രത്യേകിച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും കാണിക്കില്ല, പക്ഷേ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ഇലിനെസ് ഫീൽ ചെയ്യും. സിംറ്റംസ് ഒന്നും കാണിക്കൂലെങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the risk of the diseases is the highest among children between 6 months of 2 years of age. അതായത് 2 വയസ്സിനെയും 6 മാസത്തിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ ഇടയിലാണ് വളരെയധികം റിസ്ക് ഫാക്ടർ കാണപ്പെടുന്നത്. ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്: ന്യൂമോണിയ ആൻഡ് മെനിഞ്ചിറ്റിസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസീസസ് കോസ്ഡ് ബൈ ഹിപ്പ് ബാക്ടീരിയ. ഹിപ്പ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ഒരു ഡിസീസാണ് ന്യൂമോണിയയും മെനിഞ്ചിറ്റിസും. ഇറ്റ് ഈസ് ഡെവലപ്പിംഗ് കൺട്രീസ് ന്യൂമോണിയ ഈസ് മോസ്റ്റ് കോമൺ ദാൻ മെനിഞ്ചിറ്റിസ് ഇൻ ചിൽഡ്രൻ വിത്ത് ഹിപ്പ് ഡിസീസസ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഇതൊരു മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഡിസീസാണ്. ഇതിനുള്ള കോംപ്ലിക്കേഷൻ: ചിൽഡ്രൻ ഹു സർവൈവ് ഹിപ്പ് മെനിഞ്ചിറ്റിസ് മേ ഡെവലപ്പ് പെർമനൻറ്റ് ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി ഇൻക്ലൂഡിങ് ബ്രെയിൻ ഡാമേജ്, ഹിയറിംഗ് ലോസ്, മെൻ്റൽ റിട്ടാഗ്രേഷൻ. അതായത് ഒരു ഹിപ്പ് മെനിഞ്ചിറ്റിസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളിൽ ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി, അതുപോലെ തന്നെ ബ്രെയിൻ ഡാമേജ്, ചെവി കേൾക്കാതിരിക്കുക, അത് മെൻ്റൽ റിട്ടാർഡേഷൻ, ഇങ്ങനെയുള്ള ധാരാളം അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട്. 50 to 30% ഓഫ് ചിൽഡ്രൻ ഹു സർവൈവ് ഹിപ്പ് ഡിസീസസ് ആർ റിസ്ക് ദിസ് ഡിസബിലിറ്റീസ്. അതായത് 30% കുട്ടികളിലും ഈ ഒരു ഡിസബിലിറ്റീസ് ഒന്നും കണ്ടുവരുന്നില്ല എന്നത് എന്താണ്, വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അധിക കുട്ടികളിലും ഇങ്ങനെയുള്ള ഇത് കാണപ്പെടുന്നുണ്ട്. മെയിനായിട്ട് 5 to 10% ഓഫ് ഹിപ്പ് മെനിഞ്ചിറ്റിസ് ആർ റിസ്ക് ഓഫ് ഡൈ. അതിൽ 10% കുട്ടികളിലും എന്താണ്, ഹിപ്പ് മെനിഞ്ചിറ്റിസ് ഉണ്ടായാലും മരിക്കുകയാണ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ്: ഹിപ്പ് ഡിസീസസ് ക്യാൻ ട്രീറ്റഡ് വിത്ത് സ്പെസിഫിക് ആൻറ്റിബയോട്ടിക്. സ്പെസിഫിക് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും പറ്റും, ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിലെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ സെവറൽ ഹിപ്പ് കോൺജുഗേറ്റ് വാക്സിൻസ് ആർ അവൈലബിൾ. ഹിപ്പ് കോൺജുഗേറ്റഡ് വാക്സിൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾ ദ എഫക്റ്റീവ് വെൻ ആർ ഗിവൺ ഏർലി. അതായത് ഈ ഒരു വാക്സിൻസ് നമ്മൾ ഏർലി ഏജിൽ നമ്മൾ കൊടുക്കണം കുട്ടികൾക്ക്, ഇൻഫാൻസിയിൽ. ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഫെക്ഷൻസ്, ഹിപ്പ് വാക്സിൻ നൗ ഗിവൺ അലോങ് DPT, HB ആൻഡ് ഹിപ്പ്. അതായത് ഈ ഒരു നമ്മൾ പറഞ്ഞു പെൻഡാവാലൻ്റ് വാക്സിൻ, അതായത് ഈ ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് ബി ഇതിൻ്റെയൊക്കെ കൂടെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് ഈ ഹിപ്പ് വാക്സിൻ. ഓക്കെ, പെൻഡാവാലൻ്റ് വാക്സിനൊക്കെയാണ് ഈ ഒരു ഹീമോഫീലിയ ഇൻഫ്ലുവൻസ ടൈപ്പ് ബിക്കൊക്കെ ഉള്ള പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ 10 ഡിസീസാണ് പറഞ്ഞത്. ഈ 10 ഡിസീസും ചൈൽഡ്ഹുഡ് ഡിസീസാണ്. ഇതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസസ് നമ്മൾ പറഞ്ഞു, വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസസ് പറഞ്ഞു. ഈ ഡിസീസൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
വാക്സിൻ കൊണ്ടാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ DPT വാക്സിന് പറഞ്ഞു, BCG വാക്സിന് പറഞ്ഞു, പെൻറ്റാവാലൻ്റ് വാക്സിന് പറഞ്ഞു, MMR വാക്സിൻസ്. അപ്പോൾ ഇത്രയും വാക്സിൻസ് നമ്മൾ ഈ ഒരു 10 അസുഖങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. ഈ വാക്സിൻസും ഇതിൻ്റെ ഫുൾ ഫോമൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ, ഈ ഒരു 10 ഡിസീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് നെക്സ്റ്റ് പേജിൽ നമ്മുടെ വാക്സിൻസ് കൊടുക്കുന്ന ഷെഡ്യൂൾ ഉണ്ട്. അതായത് ഓരോ മന്തിലും ഏതൊക്കെ വാക്സിൻസാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടൈമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾക്കിതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.